അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൗലിദ് കിതാബുകൾ അതിൽ ഷിർക്ക് കലർന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് പാരായണം ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് മൗലവി പറയുന്നു. എവിടെയാണ് ഷിർക്ക് കലർന്നത് എന്നതിന് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ആ ഉദാഹരണത്തിൽ എവിടെയാണ് ഷിർക്ക് എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. പദ്യങ്ങളിലും ഗദ്യങ്ങളിലും പദ്യഗദ്യ സമ്മിശ്രങ്ങളിലുമൊക്കെ ഷിർക്കായ ധാരാളം വരികൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും ഇവിടെ സംശയമില്ല. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഉദാഹരണമായി ഷറഫ് അനാ മൗലിദ്. റബീഉൽ അവ്വൽ മാസം വന്നാൽ വ്യാപകമായി ആലപിക്കപ്പെടുന്ന മൗലിദാണ് ഷറഫ് അനാ മൗലിദ്. ആ ഷറഫ് അനാ മൗലിദിൽ അഷ്റഖ ബൈത്ത് എന്ന ഒരു ബൈത്തുണ്ട്. ആ ബൈത്തിൽ നബിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന വരികളിൽ കാണാം: അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലക്കൽ ജമ്മൽ ഗഫീർ ഫീക ഖദ് അഹ്സൻതു ദന്നി യാ ബശീറു യാ നദീർ. അബ്ദുക്കൽ മിസ്കീൻ, നബിയെ താങ്കളുടെ മിസ്കീനായ അടിമ, താങ്കളുടെ സാധുവായ അടിമ, യർജു അവൻ ആഗ്രഹിക്കുന്നു, ഫദ്ലക്കൽ ജമ്മൽ ഗഫീർ താങ്കളുടെ ധാരാളമുള്ള ഔദാര്യം ആഗ്രഹിക്കുന്നു നബിയെ എന്നാണ്. അപ്പം നബിയുടെ മിസ്കീനായ അടിമയാണ്, സാധുവായ അടിമയാണ് എന്നാണ് സ്വയം പരിചയപ്പെടുത്തുന്നത്. നബിയുടെ അടിമ എന്ന് പറയാൻ പാടുണ്ടോ? പാടില്ല. അള്ളാഹുവിൻ്റെ അടിമയാണ്. നബി തങ്ങൾ പോലും അബ്ദുല്ലാഹി വറസൂലുഹു എന്നാണല്ലോ പരിചയപ്പെട്ടത്. അള്ളാഹിൻ്റെ അടിമയാണ്, അള്ളാഹിൻ്റെ റസൂലാണ്. എന്നിരിക്കെ നബിയുടെ അടിമയാണ് എന്ന് നമ്മൾ പറയാമോ? പറയാൻ പറ്റില്ല. അബ്ദ് റബ്ബിലേക്ക് ചേർത്തിയേ പറയാവൂ നമ്മെക്കുറിച്ച്. മൗലിദ് കിതാബ് അത് പദ്യമായാലും ഗദ്യമായാലും പദ്യഗദ്യ സമ്മിശ്രമായാലും അതിലൊക്കെ ഷിർക്ക് കലർന്ന പദങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഷറഫൽ അനാമിലെ അഷ്റഖ ബൈത്തിലെ ഒരു വരി: അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ളന്നി യാ ബശീറു യാ നദീറു. ഈ വരിയിൽ ഷിർക്ക് കലർന്നിട്ടുണ്ട്. ആ വരി ഷിർക്കാണ് എന്നാണ്, അതായത് അത് ചൊല്ലിയ വ്യക്തി മുശ്രിക്കായി പോകും എന്നാണ് അദ്ദേഹം പറയുന്നത്. എവിടെയാണ് അതിൽ ഷിർക്ക്? അബ്ദുക എന്ന പദം, അബ്ദുക നബിയെ അങ്ങയുടെ അടിമ എന്ന് അതിൽ പ്രയോഗിക്കുന്നുണ്ട്. അത് പാടില്ല. അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് മാത്രമേ ഒരു മനുഷ്യൻ അള്ളാഹുവെ നിന്റെ അടിമ എന്ന പ്രയോഗം പ്രയോഗിക്കാൻ പറ്റുള്ളൂ. വേറെ ഒരാളോടും അബ്ദുക എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നു. കാരണം ഒരു വ്യക്തിയുടെയും അടിമയല്ല, ഒരു സൃഷ്ടിയുടെയും അടിമയല്ല ആരും. അങ്ങനെ പറഞ്ഞാൽ ശിർക്ക് വന്നു പോകുന്നതാണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ ഇദ്ദേഹം വിചാരിച്ച അർത്ഥമാണോ അവിടെ? ഒരിക്കലും അല്ല. ഒരു മുവഹിദായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഇതിൽ വിശ്വസിക്കുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ആ അർത്ഥം അല്ല അവിടെ. പിന്നെന്താണ്? അബ്ദുക, നബിയെ അങ്ങയുടെ സേവകൻ എന്നാണ് അർത്ഥം. അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു. നബിയെ അങ്ങയുടെ സേവകൻ, അങ്ങയുടെ അതിവിശാലമായ പെരുത്ത്, അവിടുത്തെ ഔദാര്യത്തെ കൊതിക്കുന്നു. അങ്ങയുടെ സേവകൻ കൊതിക്കുന്നു. അല്ലാതെ അള്ളാഹുവിനെ വിളിച്ചു പറയുന്ന അള്ളാഹുവെ നിന്റെ അടിമ എന്ന് പറയുന്ന രൂപത്തിലുള്ള അർത്ഥമല്ല. നബിയെ അങ്ങയുടെ അടിമ എന്നല്ല ഇവിടെ പറയുന്നത്. ഇവിടെ അബ്ദിന്റെ അർത്ഥം അങ്ങയുടെ സേവകൻ എന്നാണ്. അങ്ങനെ പ്രയോഗിക്കാൻ പറ്റുമോ? പറ്റും. അതെവിടെയുണ്ട്? അതിന് തെളിവ് പരിശുദ്ധ ഖുർആനിലുണ്ട്, തിരു ഹദീസിലുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ബൈഅത്ത് ചെയ്യുന്ന സാഹചര്യം സ്വഹാബത്ത് പറയുമ്പോൾ ജാഅ അബ്ദുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രയോഗം അവിടെ പ്രയോഗിക്കുന്നുണ്ട്. ആ അബ്ദ് എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയുടെ അടിമയാണ്, സേവകനാണ്. അല്ലാതെ മറ്റൊരു വ്യക്തിയെ ഇദ്ദേഹം റബ്ബായി കാണുന്നു എന്ന നിലക്കുള്ള അർത്ഥം അല്ല ഇവിടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നൂർ 32-ാമത്തെ ആയത്ത് നോക്കിയാൽ കാണാം: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും
യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി വല്ലാഹു വാസിഉൻ അലീം. സൂറത്തു നൂർ 32-ാമത്തെ ആയത്ത്. നിങ്ങൾ വിവാഹം കഴിച്ചുകൊള്ളൂ. ആരെ വിവാഹം കഴിച്ചുകൊള്ളൂ? നിങ്ങളുടെ അടിമകളിൽ നിന്നുള്ള സ്വാലിഹീങ്ങളെ വിവാഹം കഴിച്ചുകൊള്ളൂ എന്ന് അല്ലാഹു തആല പ്രയോഗിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന എന്നാണ് അവിടെ അർത്ഥം. അല്ല, പിന്നെ നിങ്ങളുടെ സേവകരായ അടിമകളെ, നിങ്ങളുടെ സേവകരായ അബ്ദുകളെ, ആ രൂപത്തിൽ ആണ് ഇവിടെയും പ്രയോഗിച്ചത്. അപ്പൊ അബ്ദ് എന്ന പ്രയോഗം അള്ളാഹുവിലേക്ക് ചേർത്തിയിട്ട് മാത്രം അല്ല, സൃഷ്ടികളിലേക്ക് ചേർത്തിയിട്ടുമുണ്ട്. സേവകൻ എന്ന അർത്ഥത്തിലാണ് ആ പ്രയോഗങ്ങളൊക്കെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സേവകരാണ് ഈ ഉമ്മത്ത് മുഴുവനും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മീയ സേവകരാണ്. ആ അർത്ഥത്തിലാണ് പറഞ്ഞത്. അബ്ദുകൽ മിസ്കീനു യർജു, അങ്ങയുടെ ഈ പിന്നെ ഒരു കഴിവുമില്ലാത്ത നിന്ദ്യനായ സേവകൻ അങ്ങയുടെ ആ ഒരു വലിയ ഔദാര്യത്തെ, അങ്ങയുടെ ഫളിനെ കൊതിച്ചുകൊണ്ട് ജീവിക്കുന്നു. ഇനി അങ്ങോട്ട് താഴോട്ട് അർത്ഥം വെച്ചാൽ ഒന്നും പ്രശ്നമല്ല. അബദിന്റെ അവിടെയാണോ പ്രശ്നം? അബദിന്റെ അർത്ഥം ഇതാണ്. അങ്ങനെ സൃഷ്ടിയിലേക്ക് ചേർത്തിക്കൊണ്ട് അബദ് പ്രയോഗിക്കാമോ? അതിനുള്ള തെളിവാണ് പറഞ്ഞത്. കൃത്യമായി സത്യം മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.